കോഴിക്കോട് നടക്കുന്ന സദേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിൽ ശ്രദ്ധ നേടുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ പശുക്കളുടെ പ്രദർശനം. പശുക്കൾക്ക് പുറമെ തന്നെ വിവിധ ഇനം ആടുകളും പ്രദർശനത്തിനുണ്ട്. ഒപ്പം വ്യത്യസ്ത ബ്രാൻഡുകളുടെ ക്ഷീരോൽപ്പന്നങ്ങളും പരമ്പരാഗത കയർ, നെയ്ത്ത്, മുള, കളിമൺ പാത്ര നിർമ്മാണം ഒക്കെ ഇവിടെ പ്രദർശനമുണ്ട്. ഗുജറാത്തിലെ ഗിർ വനാന്തരങ്ങളിൽ കാണുന്ന ഗിർ ഇനത്തിൽപ്പെട്ട പശുക്കൾ, ഹരിയാനയിലും പഞ്ചാബിലും മാത്രം കാണുന്ന സഹിവാൽ ഇനത്തിൽപ്പെട്ട പശുക്കൾ, അങ്ങനെ 16 ഇനം പശുക്കളാണ് സദേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന്റെ ഭാഗമായുള്ള ഈ നാടൻ പശുക്കളുടെ പ്രദർശനത്തിലുള്ളത്. ആന്ധ്രയിൽ നിന്നുള്ള പുൻഗനൂർ, കേരളത്തിന്റെ വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ, അങ്ങനെ കൗതുക കാഴ്ചയാണ് സരോവരത്തെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ സദേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന്റെ ഭാഗമായി ഒരുക്കിയ പ്രദർശനം. നമ്മൾ പല സ്ഥലത്തു നിന്ന് സെലക്ട് ചെയ്ത് പോയി എടുത്ത് വന്നതാണ്. നമ്മളിവിടെ ഉള്ളത് വരുമാനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, എല്ലാ ഇനത്തിൽപ്പെടുന്ന പശുക്കളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫാമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നല്ല എളുപ്പം HF, ജേഴ്സി ഇനങ്ങളായിരിക്കാം. പക്ഷേ പാലുൽപാദനം അത് കൂടുതൽ. ഈ മറ്റ് പശുക്കൾ പാലുൽപാദനം വളരെ കുറവായിരിക്കും. 3 ലിറ്റർ 2 ലിറ്റർ പാലുൽപാദനം വരുമാന മാർഗത്തിൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. പക്ഷേ അതിൻ്റെ പോഷകഗുണം മറ്റു കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും ഈ പശുക്കൾക്ക്. പ്രതിരോധശേഷിയുള്ള ഗിർ പശുക്കളാണ് പ്രദർശനത്തിലെ മുഖ്യൻ. ഇവയുടെ ഉയർന്ന നെറ്റിയും മിനുസമുള്ള ശരീരപ്രകൃതിയും ആരെയും ആകർഷിക്കും. പശുക്കളെയൊക്കെ കണ്ടു. നമ്മുടെ നാട്ടിൽ കാണാത്ത പശുക്കളൊക്കെ പലതരത്തിലുള്ള നിറത്തിൽ മാത്രമാണോ? അല്ല, ഷേപ്പിലും വേറെയാണ്. അതെ, ഇവിടെ ഒരുപാട് വെറൈറ്റി പശുക്കളുണ്ട്, ആടുകളുണ്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രദർശനത്തിൽ പശുക്കൾക്ക് പുറമെ ആടുകളുമുണ്ട്. ജംന പ്യാരി, സിരോഹി, കനേഡിയൻ പിഗ്മി, സിൽക്കി ഗോട്ട് എന്നീ ഇനങ്ങളാണ് ആടുകളുടെ കൂട്ടത്തിൽ മുന്നിലുള്ളത്. മിൽമ, നന്ദിനി, അമോൽ എന്നീ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും കോൺക്ലേവിൽ സ്റ്റാളുകളായി ഒരുക്കിയിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് പരിചിതമല്ലാത്ത കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റാളുകളുമുണ്ട്. ഒപ്പം കയർ നിർമ്മാണവും മൺപാത്ര നിർമ്മാണവും ഒക്കെ കോൺക്ലേവിന്റെ ഭാഗമായുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം തത്സമയം. അഞ്ജന, വലിയ കൗതുകമുള്ള ഒരു പ്രദർശനമേള. ഞാൻ ആ ക്യൂവിൽ നോക്കിയപ്പോൾ കൂടുതലും സ്കൂൾ വിദ്യാർത്ഥികളാണ്. അവർക്ക് എന്തായാലും മൃഗങ്ങളെയൊക്കെ അടുത്ത് കണ്ടു മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു അവസരം കൂടിയായി മേള മാറിയല്ലേ? കോഴിക്കോട് സരോവരത്തുള്ള കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് ഇത്തവണത്തെ സദേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവ് നടന്നത്. 3 ദിവസങ്ങളായിട്ടാണ് ഈ ഒരു കോൺക്ലേവ് നടക്കുന്നത്. 8, 9, 10 എന്നുള്ളതാണ് തീയതി. അപ്പോൾ ഇന്നലെ കോൺക്ലേവ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു ഔദ്യോഗിക ഉദ്ഘാടനമൊക്കെ നടന്നത് ഇന്നായിരുന്നു. നമ്മുടെ മന്ത്രി ജെ ചിഞ്ചുറാണി ആയിരുന്നു ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ വിവിധ മന്ത്രിമാരും, അതായത് ക്ഷീരവികസന വകുപ്പ് മന്ത്രിമാരും ഈ ഒരു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി, കോൺക്ലേവിന്റെ ഭാഗമായി കോഴിക്കോടേക്ക് എത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ട ഒരു പ്രദർശനങ്ങളും സ്റ്റോളുകളും ഒക്കെ ഉണ്ടായിരുന്നത്. ആ സ്റ്റോളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഈ നാടൻ പശുക്കളുടെ ഒരു പ്രദർശനം തന്നെയായിരുന്നു. അതാണ് ആ സ്റ്റോളുകളിൽ അല്ലെങ്കിൽ ആ ഒരു പ്രദർശനത്തിൽ കോൺക്ലേവിലൊക്കെ മികച്ചു നിന്നതും. കാരണം ചെറിയ കുട്ടികളാണ്, സ്കൂളിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ, പല സ്കൂളുകളിൽ നിന്നായി, ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല സ്കൂളുകളിൽ നിന്നായി ഒട്ടേറെ വിദ്യാർത്ഥികൾ ഈ ഒരു കോൺക്ലേവിൻ്റെ ഭാഗമായി അവിടേക്ക് എത്തിയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇത്തരത്തിൽ പശുക്കളെ കാണുമ്പോൾ അവരൊരു കൗതുകമായി മാറിയിരുന്നു. കാരണം നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് കാണുന്ന സാധാരണ പശുക്കളല്ല, അതിൽ നിന്ന് വിഭിന്നമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അവിടുത്തെയൊക്കെ നാടൻ പശുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രദർശനമായിരുന്നു അവിടെ നടന്നത്. 16 ഇനം പശുക്കളാണ് ആ ഒരു കോൺക്ലേവിൻ്റെ ഭാഗമായി, ഒരു പ്രദർശനത്തിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നത്. 16 ഇനം എന്ന് പറയുമ്പോൾ അതിൽ 2 ഇനം വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുള്ള 2 ഇനമാണ്. അത് കാസർഗോഡ് കുള്ളനും അതോടൊപ്പം തന്നെ വെച്ചൂർ പശു. സാധാരണ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ആരുടെ പശുക്കളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ നമ്മൾ അങ്ങനെ അധികം ആരും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത വേറെയും അനവധി ഇനം പശുക്കൾ ആ ഒരു പ്രദർശനത്തിന്റെ ഭാഗമായിരുന്നു. പലർക്കും അത് തൊട്ട് നോക്കുമ്പോഴൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. കാരണം ഷേപ്പിലായാലും നിറത്തിലായാലും നമ്മൾ കാണാത്ത ഇനത്തിലുള്ള പശുക്കളൊക്കെ. അപ്പോൾ അവിടെ വന്നവരൊക്കെ അത് തന്നെയായിരുന്നു പറഞ്ഞത്. ഏറെ കൗതുകം ഉണർത്തിയത് കുട്ടികളിൽ തന്നെയായിരുന്നു എന്ന് എടുത്തു പറയണം. അതോടൊപ്പം തന്നെ കോൺക്ലേവിലെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് പശുക്കൾ തന്നെയായിരുന്നു. കുട്ടികൾക്കാണെങ്കിലും അതേ അടുത്ത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ കഴിഞ്ഞു.